ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 7th ഒക്ടോബർ 2020 ഇൻട്രാഡേ ട്രേഡേഴ്സിൻ്റെ ട്രേഡ് സെറ്റപ്പിന് ആവശ്യമായ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ലെവൽസ് ആൻഡ് ടാർഗറ്റ്, ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ്, അതുകൂടാതെ മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ചില പോസിറ്റീവ് ന്യൂസുകൾ എന്നിവയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. 7th ഒക്ടോബർ 2020 നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ 1 ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 1 ഡേ ചാർട്ട് പാറ്റേണിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനായ 6th ഒക്ടോബർ 2020 നിഫ്റ്റിയുടെ ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് നിഫ്റ്റിയിൽ ഒന്നുണ്ടായ അപ്പർ മൊമെൻറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിൻ്റെ പിന്നിലെ റീസൺ എന്തെന്ന് ചോദിച്ചാൽ ഗ്ലോബൽ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ആണ്. അതായത് ഒരുപാട് പോസിറ്റീവ് ഗ്ലോബൽ ന്യൂസ് ഇന്നത്തെ ദിവസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിലാണ് ഉള്ളത്. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചു. ആൾറെഡി നിഫ്റ്റി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ചെയ്തത്. അതായത് പ്രീവിയസ് ഡേയിൽ നിഫ്റ്റി 11,503 ക്ലോസ് ചെയ്തത്. അതിനുശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 11,603 ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നിഫ്റ്റിയുടെ ഇൻട്രാഡേ ഹൈ ആയിട്ട് 11,680 ഇൻട്രാഡേ ലോ ആയിട്ട് 11,564 ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി 11,662 ലെവലിലാണ് ക്ലോസ് ചെയ്തത്. അതായത് നല്ല ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ബേസിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ഇനി നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 11,550 ലെവലിന് മുകളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ്. 11,550 എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾക്ക് വീണ്ടും വീക്ക്നെസ് കാണാൻ കഴിയും. ഇനി നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം വരുന്ന സമയങ്ങളിൽ നിഫ്റ്റി 11,800 ലെവലിലേക്കാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലുള്ള ഇൻട്രാഡേ ഹൈ ആയ 11,680 ആണ്. അതിനുശേഷം രണ്ടാമത്തെ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് 11,725 ലെവലും മൂന്നാമത്തെ റെസിസ്റ്റൻസ് അതായത് അപ്പർ റെസിസ്റ്റൻസ് ആയിട്ട് 11,745 അതായത് ബോളഞ്ചിയർ ബാൻഡിൻ്റെ അപ്പർ എൻഡ് ആയിരിക്കും നാളത്തെ ട്രേഡിംഗ് സെഷനിലുള്ള നിഫ്റ്റിയുടെ റെസിസ്റ്റൻസുകൾ. ഇനി നിഫ്റ്റിയുടെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് 11,630 ലെവലിലാണ്. 11,630 ലെവൽ നിഫ്റ്റി ഹോൾഡ് ചെയ്തില്ല എങ്കിൽ നിഫ്റ്റി ഇവഞ്ച്വലി 11,580 ലെവലിലേക്കും അതിനുശേഷം 11,550 ലെവലിലേക്കും വന്ന് സപ്പോർട്ട് എടുക്കുവാനുള്ള ഒരു പ്രോബബിലിറ്റി കാണുന്നുണ്ട്. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായിട്ടുള്ള നിഫ്റ്റിയുടെ കോൾ സൈഡിലെ ഡേറ്റ പരിശോധിച്ചാൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് 11,800 ലെവലിലാണ്. 11,800 ലെവലിൽ അറൗണ്ട് 30 lakhs കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇനി നിഫ്റ്റിയുടെ സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 11,700 ലെവലിലാണ്. 11,700 ലെവലിൽ അറൗണ്ട് 27 lakh കോൺട്രാക്ട്സുകളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ കോൺട്രാക്റ്റുകൾ റൈറ്റ് ആയിട്ടുള്ള കോൾ സൈഡിലെ ലെവൽ 11,900 ലെവലാണ്. 11,900 ലെവലിൽ അറൗണ്ട് 8 lakh കോൺട്രാക്റ്റുകളാണ് റൈറ്റ് ആയിട്ടുള്ളത്. അതായത് നിഫ്റ്റിയുടെ വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റിയുടെ ഏറ്റവും സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 11,800 ലെവലും 11,800 ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി വരുന്ന ദിവസങ്ങളിൽ 11,900 അതിനുശേഷം 12,000 എന്ന ലെവലിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇനി പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 11,500 ലെവലിലാണ്. സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 11,000 ലെവലിലാണ്. 11,500 ലെവലിൽ അറൗണ്ട് 33 lakhs കോൺട്രാക്റ്റും സെക്കൻഡ് ഹയസ്റ്റ് ആയ 11,000 ലെവലിൽ അറൗണ്ട് 28 lakh കോൺട്രാക്റ്റുമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ 11,600 ലെവലിലും നല്ല ഒരു സപ്പോർട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പുട്ട് സൈഡിലെ ഫസ്റ്റ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 11,600, അതിനുശേഷം വരുന്ന സ്ട്രോങ് സപ്പോർട്ടായിട്ട് നമ്മൾക്ക് 11,500 ലെവലുമാണ് പുട്ട് സൈഡിലെ ഡേറ്റ അനാലിസിസിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിഫ്റ്റിയുടെ സപ്പോർട്ടുകൾ.
7 ഒക്ടോബർ 2020 ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ 1 ഡേ ചാർട്ട് പാറ്റേണാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനായ 6 ഒക്ടോബർ 2020 ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ, അതായത് യെസ്റ്റർഡേയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഉണ്ടായത്. യെസ്റ്റർഡേയിൽ ബാങ്ക് നിഫ്റ്റി 22,370 ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇതൊരു ഗ്രേവ് സ്റ്റോൺ ഡോജി ക്യാൻഡിലുമാണ് ഫോം ചെയ്തത്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ സെക്ഷനിൽ ഒരു ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നവർക്ക് ഒരു ബിയറിഷ് ഫിയർനെസ് ഉണ്ടായിരുന്നു. എന്നാൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് അതിനെ ഓവർകം ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് കാണിച്ചത്. ബാങ്ക് നിഫ്റ്റി 22,673 ലെവലിൽ ഓപ്പണായി. അതിനുശേഷം ഇൻട്രാഡേ ഹൈ 22,893യും ഇൻട്രാഡേ ലോ 22,521 ടച്ച് ചെയ്ത് ബാങ്ക് നിഫ്റ്റി 22,836 ലെവലിൽ ക്ലോസ് ആയി. അതായത് ബാങ്ക് നിഫ്റ്റി അതിൻ്റെ 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കാണിച്ചത്. ഇത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്പർ മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റിയും അതിൻ്റെ ക്രൂഷ്യൽ സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്ത് ക്ലോസിംഗ് ബേസിൽ അതിൻ്റെ മുകളിലാണ്. ഇത് നമ്മൾക്ക് ഒരു ആശ്വാസം തരുന്ന രീതിയിലുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾക്ക് കാണുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 22,890 ലെവലാണ്, അതായത് ഇന്നത്തെ ഇൻട്രാഡേ ഹൈ. അതിനുശേഷം സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾക്ക് കാണാവുന്നത് 23,100 ലെവലും തേർഡ് റെസിസ്റ്റൻസ് ആയിട്ട് 23,200 250 ലെവലും നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് നമ്മൾ കാണുന്നത് 22,750 ആണ്. അതിനുശേഷം 22,750യിൽ നിന്നും ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ആവുകയാണെങ്കിൽ അതിനുശേഷം 22,480 ലെവലിൽ നമ്മൾക്കൊരു സപ്പോർട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് 22,350 ലെവൽ, അതായത് നിയർ ടു 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. ഈ 3 സപ്പോർട്ടുകളാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുക. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കിടക്കാം. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായിട്ടുള്ള കോൾ സൈഡിലെ ഡേറ്റ നോക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 23,000 ലെവലിലാണ്. 23,000 ലെവലിൽ അറൗണ്ട് 9 lakhs കോൺട്രാക്റ്റുകളാണ് റൈറ്റ് ആയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 23,500 ലെവലിലാണ്. 23,500 ലെവലിൽ അറൗണ്ട് 6 lakh കോൺട്രാക്റ്റുകളാണ് റൈറ്റ് ആയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റൈറ്റ് ആയിരിക്കുന്നത് 23,200 ലെവലിലാണ്. അറൗണ്ട് 1,90,000 കോൺട്രാക്റ്റുകളാണ് ഇന്നത്തെ ദിവസം 23,200 ലെവലിൽ റൈറ്റ് ആയിരിക്കുന്നത്. ഇനി പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് 22,500 ലെവലിലാണ്. 22,500 ലെവലിൽ അറൗണ്ട് 7 lakhs കോൺട്രാക്റ്റാണ് റൈറ്റ് ആയിരിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ഹയസ്റ്റ് പുട്ട് സൈഡിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിരിക്കുന്നത് 22,000 ലെവലിലും ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിൽ റൈറ്റ് ആയിരിക്കുന്നതും 22,500 ലെവലിലാണ്. അറൗണ്ട് 4 lakhs കോൺട്രാക്റ്റുകളാണ് 22,500 ലെവലിൽ റൈറ്റ് ആയിരിക്കുന്നത്. അതായത് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് വഴി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 23,000 ലെവലും അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് വരുന്നത് 22,500 ലെവലുമാണ്. അതായത് ഇതിനിടയ്ക്കുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് നമ്മൾക്ക് നാളത്തെ ദിവസം ബാങ്ക് നിഫ്റ്റിയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ് പരിശോധിക്കാം. 6 ഒക്ടോബർ 2020 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 6,072 കോടി രൂപയുടെ ബൈയിങ്ങും 4,971 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. ടോട്ടൽ 1,101 കോടി രൂപയുടെ ബൈയിങ്. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 3,076 കോടി രൂപയുടെ ബൈയിങ്ങും 4,011 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് നോക്കുകയാണെങ്കിൽ 934 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൂടി ആക്ടിവിറ്റി നമ്മൾക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 61 കോടി രൂപയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നത്തെ ദിവസം നമ്മൾക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായകമാകുന്ന ചില പോസിറ്റീവ് ന്യൂസുകൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ന്യൂസ് 7 ഒക്ടോബർ 2020 TCSൻ്റെ Q2 റിസൾട്ട് വരുന്ന ദിവസമാണ്. അതോടൊപ്പം തന്നെ കമ്പനി അതിൻ്റെ ബൈബാക്ക് പോളിസിയെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റും നാളത്തെ ദിവസം നമ്മൾക്ക് കാണാൻ കഴിയും. അതുകൂടാതെ തന്നെ IT സെക്ടറിൻ്റെ റേറ്റിംഗ് കമ്പനിയായ ഫിച്ച് റേറ്റിംഗിൻ്റെ
അടിസ്ഥാനത്തിൽ IT സെക്ടറിലുള്ള ബൂം അല്ലെങ്കിൽ ഗ്രോത്ത് 2021 വരെ കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറയുന്നത്. കൂടാതെ അനലിസ്റ്റിൻ്റെ ഒപ്പീനിയൻ പ്രകാരം TCSൻ്റെ Q2 റിസൾട്ട് TCSൻ്റെ Q1 റിസൾട്ടിനേക്കാൾ ബെറ്റർ ആവാനാണ് പ്രോബബിലിറ്റി കൂടുതൽ. രണ്ടാമത്തെ ന്യൂസ് 9 ഒക്ടോബർ 2020 RBI അതിൻ്റെ റിവൈസ്ഡ് മോണിറ്ററി പോളിസി റിലീസ് ചെയ്യും. അതിൻ്റെ ഇമ്പാക്റ്റ് വരും ദിവസങ്ങളിൽ നമ്മൾക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. മൂന്നാമത് ഗോവ, ബീഹാർ എന്നീ സ്ഥലങ്ങളിൽ ടൊബാക്കോയുടെ സെസ് ഇൻക്രീസ് ചെയ്തു. ഇത് ഫിലിപ്സ് ഗോഡ്ഫ്രൈ അതോടൊപ്പം തന്നെ ITC സ്റ്റോക്കുകൾക്കുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് നമ്മൾക്ക് കണക്കാക്കാം. ഷുഗർ ബേസ്ഡ് സ്റ്റോക്കുകൾക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അതായത് എത്തനോളിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഷുഗർ ബേസ്ഡ് സ്റ്റോക്കുകൾക്ക് ഒരു ഹൈക്ക് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. SBIയുടെ ആപ്പായ യോനോ ഒരു സെപ്പറേറ്റ് സബ്സിഡറി യൂണിറ്റായി SBI കൺസിഡർ ചെയ്യുന്നു. ഏകദേശം $40 ബില്യൺ വാല്യുവേഷനാണ് SBI യോനോയ്ക്ക് ഇതുവരെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ബ്രിട്ടാനിയയുടെ ഷെയർ ഹോൾഡേഴ്സിനുള്ളൊരു പോസിറ്റീവ് ന്യൂസാണ്. ബ്രിട്ടാനിയ കമ്പനിയുടെ ബോണസ് ഡിബഞ്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ ഓരോ ഷെയർ ഹോൾഡറിനും 12 രൂപ 50 പൈസയുടെ ഡിവിഡൻഡ് നൽകുന്നതിനെക്കുറിച്ചും കമ്പനിയുടെ ബോർഡ് അപ്രൂവൽ നൽകി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ PVR, അയണോക്സ് എന്നീ സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന മറ്റൊരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. മൾട്ടിപ്ലക്സുകൾ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതിൻ്റെ കറസ്പോണ്ടിങ് മിനിസ്ട്രി റിലീസ് ചെയ്യുന്നുണ്ട്. അതുവഴി ഈ സ്റ്റോക്കുകളിലും നമ്മൾക്ക് വരുന്ന ദിവസങ്ങളിൽ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.